ചുവപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ പിന്നീട് ചെയ്തത് ഫാമിലി സർക്കസാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി. അതിൽ ദാസേട്ടനൊക്കെ കൂട്ടുന്നത് ഷാജി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം പുതിയതായിട്ട് ഞാനൊരു തമിഴ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്രാസിലൊക്കെ ഷൂട്ടിങ്ങിൻ്റെ തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് ഒരു നല്ലൊരു ടീം സമം എന്ന സിനിമ മുമ്പോട്ട് വന്നത്. തൽക്കാലം അത് കഴിഞ്ഞിട്ട് തമിഴ് കൂടെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്ന ഉദ്ദേശത്തിലാണുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ക്രൂവാണ്. നമ്മൾ സിനിമയിൽ നിന്ന് അടർത്തിയെടുത്ത് കുറേ മണിമുത്തുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു സൂപ്പർ ആർട്ടിസ്റ്റൊന്നും ഇല്ലെങ്കിലും നല്ല അഭിനേതാക്കളും നല്ല ടെക്നീഷ്യന്മാരെയും കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു സംരംഭമാണ് സമം. അതിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് പുതുമുഖങ്ങളെ എടുത്തിട്ട് നല്ല ക്യാമ്പുകൾ നടത്തി എല്ലാവരും അഭിനയത്തിൽ പ്രാപ്തരാക്കിക്കൊണ്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. കോഴിക്കോട് നളന്ത വെച്ചിട്ടാണ് ക്യാമ്പ് നമ്മുടെ വിജയം കാരന്തൂർ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അഭിനയത്തിലും പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള ആളൊക്കെ വെച്ച് നമ്മുടേതായ സിനിമ 10-28 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് അടക്കം ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വന്നത്. അതെ. ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണത്. ഫസ്റ്റ് ഫാമിലി സർക്കസ് സിനിമയിൽ ഫുള്ളി ആക്ടറും കൂടി ആയിരുന്നു. അത് എടുത്തു പറയേണ്ട സാറിന് സുഖമില്ലാത്ത അവസ്ഥയാണ് കാലിന്. എന്നിട്ടും അതിൻ്റെ ടിക്ടോക്ക് കളിക്കുന്ന ഒരു ക്യാരക്ടർ സൂപ്പർ നല്ല രീതിയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നേരത്തെ നൃത്തം പഠിച്ചിരുന്നു. അപ്പം സാറിൻ്റെ കൂടി സമം എന്ന പടത്തിലും ഞാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ സാമൂതിരിയുടെ കീഴിലുള്ള അമ്പലമാണ് ശ്രീ വളയനാട് ദേവീക്ഷേത്രം. സാമൂതിരി ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അവിടെ വെച്ചിട്ടാണ് പൂജ. പ്രത്യേകതയുണ്ട്, പൂജ നടക്കുന്ന അതേ ദിവസം തന്നെ ഷൂട്ടിംഗ് തുടങ്ങും. വളരെ പെട്ടെന്ന് സമം എന്ന സിനിമയിലെ 2 നായികമാരിൽ ഒരാളാണ്. അമ്മാളു എന്ന് വിളിക്കും കമറും. അദ്ദേഹം അനുഭവ് കേരള സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. മലയാളത്തിൽ വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓൾറെഡി മലയാളത്തിൽ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പടത്തിന് നമ്മുടെ കൂടെ തന്നെയുണ്ട്. വളരെ സിൻസിയറായി കൂടെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഒപ്പം പറയേണ്ടില്ലല്ലോ, നമ്മുടെ ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ ആര്യ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ IAS ട്രെയിനിങ്ങിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് LLB ഓൾറെഡി LLB ആണ് അത്. അപ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ സിനിമയും കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രൊഡ്യൂസറുടെ ഭാര്യയുണ്ട്. അവരും അഭിനയിക്കുന്ന ആളാണ്. ഒരു കുടുംബത്തോടെ അഭിനയിക്കുന്ന ആളുകളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ തന്നെ ഈ സിനിമ ഒരു നല്ല വിജയത്തിലേക്ക് പോകും. ഒരു കൂട്ടായ്മയാണ്. നമ്മളെ എല്ലാ ആളുകളും നല്ല ടെക്നീഷ്യന്മാരും മുൻ പരിചയമുള്ള ആളുകളും മറ്റു മേഖലകളും തുടങ്ങിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ.